ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ്സ് കുക്കി സ്റ്റൈൽ. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് സിയർ ഫിഷ് എങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ ബാർബിക്യൂ ആക്കി എടുക്കാവുന്നതാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉപ്പ് 1/4 സ്പൂൺ, പുളി വാളംപുളിയാണ് 50 ഗ്രാം, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ, ജീര പൗഡർ 1/2 സ്പൂൺ, ചാറ്റ് മസാല 2 സ്പൂൺ, 2 മുട്ട, കോൺഫ്ലവർ 1/2 കപ്പ്, ലെമൺ ജ്യൂസ് 1 നാരങ്ങയുടെ ജ്യൂസ്, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ. ഈ മസാലകളെല്ലാം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആവണം. കോൺഫ്ലവറും കൂടി ഇടുന്നതുകൊണ്ട് കട്ട പിടിച്ചിരിക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ആക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ വാളംപുളി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അരിയിപ്പിച്ച് നമ്മൾ ഈ മസാല അതിലേക്ക് ഒഴിച്ച് നമ്മൾ കുരുവെല്ലാം ഫിൽറ്റർ ചെയ്തെടുക്കണം. അതിനുശേഷം ഈ മസാലയിലേക്ക് നമ്മൾ നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്യുക. സ്പൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം ഓരോ പീസ് മീൻ എടുത്തിട്ട് നമ്മൾ ഒരു കൈ മീൻ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മൾ മസാല ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിൽ പിടിപ്പിക്കണം. എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഗ്രിൽ തവയിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ, ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ നമ്മൾ ഒഴിക്കുന്നു. അതിനുശേഷം തവ ശരിക്കും അവിടെ എല്ലാ സൈഡിലും നമ്മൾ മീൻ ഓയിൽ എത്തിക്കാൻ വേണ്ടി ചുറ്റിച്ച് കൊടുക്കണം. ഒലിവ് ഓയിൽ ഉപയോഗിച്ചാൽ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. അതാണ് ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ തവ നന്നായിട്ട് ചൂടായി. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമ്മൾ ഓരോ പീസ് അതിലേക്ക് മെല്ലെ എടുത്ത് വെക്കുകയാണ്. വെക്കുമ്പോൾ സൂക്ഷിക്കണം, എണ്ണ തെറിക്കാതെ വളരെ സ്ലോയിൽ വേണം നമ്മൾ വെക്കാൻ. ഞാനിപ്പോൾ എൻ്റെ ഈ ഗ്രില്ല് തവ ചെറുതായതുകൊണ്ട് 2 പീസാണ് ഞാനിപ്പോൾ തൽക്കാലം വെക്കുന്നത്. മീൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. മീൻ മെല്ലെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിയർ ഗ്രിൽ ഫിഷ് ഒരു സൈഡ് ഏകദേശം റെഡിയാകാറായിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഈ സൈഡിലുള്ള ഓയിലുകൾ നമുക്ക് ഈ മീനിൻ്റെ മുകൾ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ സൈഡും ഒരു 10% ബോയിൽ ആയിക്കൊണ്ടിരിക്കും. നല്ല കളറും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. നമ്മളുടെ ഈ സിയർ ഫിഷ് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമ്മൾ അതിനെ മറിച്ച് നമ്മൾ ഇടണം. 4 മിനിറ്റ് ഒരു സൈഡ് 4 മിനിറ്റ് കുക്ക് ചെയ്യാവുള്ളൂ. 4 മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ലൈറ്റ് ഹാർഡാവും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് 4 മിനിറ്റ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. 8 മിനിറ്റ്. അതിനുശേഷം ഈ ഓയിൽ നമ്മൾ സൈഡിലുള്ള ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ സിയർ ഗ്രിൽ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തൽക്കാലം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് വേറെ ഒരു സർവീസിംഗ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഗൈസ്, നമ്മുടെ സിയർ ഗ്രിൽ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഏത് ഫുഡിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരാൻ